ചേട്ടാ ഇതിപ്പം ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊട്ടിച്ച് കൈ കൊടുക്കും. പക്ഷെ ഇരിക്കൂർ പോലൊരു മണ്ഡലത്തിൽ എങ്ങനെയാ കൈ കൊടുക്കും. ഇരിക്കൂർ പോലൊരു മണ്ഡലത്തിലെ കെ സിയോട് എന്തിനാ ഇത്ര ഒരു വൈരാഗ്യം കാണിക്കും? ഇവിടെ കെ സി പോകേണ്ടതിന്റെ ആവശ്യമില്ല. ഇവിടെ വീടി മതി. ഓൺലി ഫോർ വീടി സെഷൻ. നിലവിൽ പ്രവർത്തകരുടെ ഒരു വൈകാരികമായിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലൊരു പ്രതിഷേധ പ്രകടനം നടത്താൻ നമ്മൾ എന്തുകൊണ്ടാണ് നിശ്ചയിച്ചത്? അല്ല, നമുക്ക് ഇവിടെ ഇനിയൊരു റീ ഇലക്ഷൻ്റെ ആവശ്യമില്ല. കേരളത്തിനകത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു. ആ പ്രതിപക്ഷത്തിന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ന് 102 സീറ്റിൽ അധികാരത്തിൽ UDF വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ പറയുന്നു വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളെ മറ്റു സ്ഥലത്ത് നിന്ന് കെട്ടിയിറക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ അങ്ങനെ റീ ഇലക്ഷൻ്റെ ആവശ്യമില്ല. ഇവിടുത്തെ ജനകീയ MLA ഉണ്ട്, ബഹുമാന്യനായ സജി ജോസഫ്. അദ്ദേഹം ഇപ്രാവശ്യം 42,000 മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ഇവിടുത്തെ ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണ്. അതുകൊണ്ട് ഇനി റീ ഇലക്ഷൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ഇവിടെ ഇത്തരത്തിലൊരു പരസ്യമായിട്ടുള്ള പ്രതിഷേധം പാടില്ല എന്നുൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ KPCCയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു പ്രശ്നമില്ല. അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ല. പ്രവർത്തകരുടെ വികാരം നമുക്ക് മനസ്സിലാക്കാം. അതായത് KPCC ഇതിനകത്ത് പരസ്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും അത് ഈ ഘട്ടത്തിൽ മുഖവിലക്കെടുക്കുന്നില്ല. ഞങ്ങളുടെ MLA സജീവ് ജോസഫ് നിലനിൽക്കണം. മറ്റൊരു റീ ഇലക്ഷനോ മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾക്കോ ഞങ്ങളുടെ ഭാഗത്ത് പിന്തുണയുണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശ്രീകണ്ഠാപുരത്തുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പരസ്യമായി തെരുവിലിറങ്ങി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. വിനീഷ.